നമുക്ക് ഈ തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടില്ലേ നല്ല മുരിഞ്ഞ ബീഫ് ഫ്രൈ, അതുണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മൾ ബീഫ് ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂണ്, പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അതിന് ശേഷം കുക്കറിലെടുത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ അത് വേവിച്ചെടുക്കുക. പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത്, പെരിഞ്ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചില്ലി ഫ്ലേക്സ് ഇത്രയും കൂടെ ചേർത്ത് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറും തൂക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് പിന്നെയും വഴറ്റി ഇടയ്ക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് തോർത്തിയെടുത്തേക്കണം. കുറച്ചും കൂടെ സ്പൈസി ആക്കണമെങ്കിൽ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടെ കുറച്ചുകൂടെ ചേർത്താൽ മതി കേട്ടോ.